BKPയുടെ അസിസ്റ്റന്റ് ആയിരുന്നു സ്നേഹ. അതിനുശേഷം നിങ്ങൾ ഒന്നിച്ച് നിർവ്വാണയുടെ ഒരു ജേണി ആരംഭിക്കുന്നു. അങ്ങനെ കൂടി ഒരു സക്സസ് സ്റ്റോറിയുടെ ഒരു വലിയൊരു ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാം സംഭവിക്കുകയല്ലേ. നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നത് സിനിമയിലാകണമെന്ന് വിചാരിച്ചു അഡ്വർടൈസിംഗിലായി, അവസാനം ഇപ്പൊ സിനിമ വീണ്ടും അവിടെ വരുന്നു. നമ്മൾ ഒരിക്കലും ആ സമയത്ത് ഏർലി സ്റ്റേജിൽ പ്ലാൻ ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് അതിനൊക്കെ സമയം ഉണ്ടാവും. ഒരു കല്യാണം കഴിച്ചു എനിക്ക് ഇങ്ങനെ സിനിമ അത് എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടുമുട്ടുന്നു. പിന്നെ നമ്മൾ ഒരുമിച്ച് ഒരേ കല്യാണത്തിൽ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നിർവ്വാണം ഒരുമിച്ച് തുടങ്ങി. കല്യാണം കഴിക്കുന്ന നിർവ്വാണം തുടങ്ങിയതിന് ശേഷം ഒരു 3.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. ഞങ്ങൾക്കിപ്പോ ധാരാളം പേര് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ഫാമിലി ഇൻഫാക്ട് ബിറ്റ്വീൻ മീ ആൻഡ് സ്നേഹ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എത്രയോ പേര്. അപ്പൊ അതൊക്കെ അറിയാതെ സംഭവിച്ച് നമ്മൾ അതിന്റെ ആ പ്രോസസ്സിൽ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി കണ്ടോണ്ടിരിക്കുകയാണ് പലതും. പിന്നെ പ്രകാശ് വർമ്മയുടെ 4ാമത്തെ കുട്ടിയാരാ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട കുട്ടികൾ പലതുണ്ട്. ഞാൻ ഓടിക്കുന്ന എന്റെ വാഹനം എന്റെ കുഞ്ഞാണ്. വാഹനങ്ങൾ അതെ, വാഹനങ്ങൾ എന്റെ കുഞ്ഞുങ്ങളാണ്. ഇന്ന് ഏത് വണ്ടിയിലാണ് ഓഫീസിലേക്ക് വന്നത്? ഇന്ന് ഞാൻ എന്റെ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ സ്വന്തമാക്കിയ ഒരു സ്പോർട്സ് കാറാണ്. വളരെ നേരത്തെ ഏർലി 2000 ഞാൻ അത് നമുക്ക് കസ്റ്റം മേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ 2 വർഷം UK അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് കസ്റ്റം മേക്ക് ചെയ്ത് ഞാൻ ആസ്റ്റൺ മാർട്ടിന്റെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇവളെന്ന് വേണമെങ്കിൽ പറയാം, അവളെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു. എവറിത്തിങ് ഇസ് ഹാൻഡ് മെയ്ഡ്. അപ്പൊ ഞാൻ ആ പ്രോസസ്സും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ അവിടെ അവര് വളരെ തീരെ കുഞ്ഞായിരുന്നു അവരുമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൽ ഒരാളാണത്. പല ബ്രാൻഡ് ആസ്റ്റൺ മാർട്ടിൻ. അതെ, എൻ്റെ കൂടെ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പം അത് വളരെ സ്പെഷ്യലാണ്. പിന്നെ ബാക്കിയുള്ളതിലോട്ട് കിടക്കണ്ട ഞങ്ങളുടെ. അപ്പൊ അതിലാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ട് പറയണ, അതിലാണ് വന്നത്. അതിൻ്റെ അകത്ത് കയറി ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അനുഭൂതിയാണ്. കാര്യം അവളെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച്. അതൊക്കെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഞാനും കൂടെ ബ്ലെൻഡ് ചെയ്ത് വളർന്നു വന്ന ബ്രാൻഡാണ്, എന്റെ കൂടെ തന്നെ വളർന്നതാണ് വോഡഫോൺ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു നിർവ്വാണയുടെയും എന്റെയും സർക്കാർ സർവീസ് പോലെ അത്ര ലോങ് ഡ്യൂറേഷനിൽ ഒരു ആഡ് കമ്പനിയും 18 വർഷം ആയിട്ട്. അപ്പൊ അത് പെൻഷൻ തരണം. അപ്പം അങ്ങനെ ബ്രാൻഡുകൾ എന്റെ കുഞ്ഞുങ്ങളാണ്. അങ്ങനെ ധാരാളം കുട്ടികളുണ്ട്. പല ഇന്റർവ്യൂസിലും പറയുന്ന കാര്യങ്ങളൊക്കെ കയറി അവിടെ ഇവിടെയൊക്കെ വരും. പക്ഷേ ഓഡിയൻസ് ഡിഫറൻ്റ് ആണെന്നുള്ളത് കൊണ്ടുകൂടി ഞാൻ ജാമ്യം എടുത്ത് ചോദിക്കുകയാണ്. ഇപ്പോൾ ആ കാലത്ത് ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഏറ്റവും വലിയ ടെലികമ്മ്യൂണിക്കേഷൻസ് ബ്രാൻഡിന്റെ പരസ്യങ്ങൾ വരുന്ന കാലത്താണ് പഗ്ഗിനെയും കൊണ്ടുവന്നത്. അതെ, ഈ പഗ് വന്നതിലും ഒരു കഥയുണ്ട് അല്ലേ? അത് ചേർത്തലയിലെ ആ കുട്ടിക്കാലത്തിന്റെ കഥ മാത്രമല്ല, ഇവനെ കണ്ടെത്തിയതിലും ഒരു വലിയ അവനെ കണ്ടെത്തിയില്ല. കാര്യം അത് ഒഗിൽവി ആയിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രീലാൻസ് അല്ലായിരുന്നു. അത് ഒഗിൽവി ആൻഡ് മാഥർ എന്നെ അപ്രോച്ച് ചെയ്ത് അവരെഴുതിയ ടാഗ് ലൈനിലെ ഒരു സ്പേസ് ആണത്. അതിൽ ഞാൻ എന്റെ കുട്ടിക്കാലം അതിനകത്ത് ചേർത്തു എന്നിട്ട് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഞാനത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. അത് ആ സമയത്ത് വരുന്ന കമേഴ്ഷ്യൽസിനൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളും, വളരെ ബ്ലോക്ക് ഫ്രെയിമിൽ ഒരു കാര്യവും സംഭവിക്കാതെ, എന്നെ നോക്കൂ ഞാൻ ഭയങ്കര ഫിലിം മേക്കർ ആണെന്നൊന്നും കാണിക്കാതെ, ബ്ലോക്ക് ലെൻസ്, ബേസിക് ബ്ലോക്ക് ഫ്രെയിം, മൂവ്മെന്റ്സ് ഇല്ലാതെ ബ്ലോക്ക് ലെൻസിൽ ഒരു കുട്ടി ഒരു പട്ടി എന്ന് പറയുന്ന ഗ്രാഫ് അത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ചില മൊമെന്റുകളുണ്ട്. അവൻ ചാടിയാ ഇവൻ ചാടും, അവൻ കിടന്നാ ഇവൻ കിടക്കും, അവൻ ഇരുന്നാ ഇവൻ ഒരേ പാറ്റേൺ, വേറെ വയ്യുകൂ ഐ വിൽ ഫോളോ എന്ന് പറയുന്ന സ്പേസ് എനിക്ക് തന്നതാണ്. ഒഗിൽവി തന്ന സ്പേസിൽ ഞാൻ അതിൽ ഫിലിം ഉണ്ടാക്കിയത്. ദാറ്റ് വാസ് എ ഹ്യൂജ് ടേണിംഗ് പോയിന്റ് ഇൻ അഡ്വർടൈസിങ്. കാര്യം അത്ര ലളിതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞൊരു സ്പേസിൽ ഇൻഫാക്ട് കുറേയൊക്കെ മാറ്റങ്ങൾ അതോടുകൂടി ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇവിടെ ചർച്ച ചെയ്യാനൊക്കെ കൂടുതൽ ഒപ്പോണൻസിന്റെ തോട്ട് പ്രോസസ്സിലായിരിക്കും. നോക്കും നമ്മൾ എത്ര തരത്തിൽ ചെയ്യുന്നു, സിമ്പിളായി ചെയ്ത് ആളുകളെ കീഴടക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്കുള്ളൊരു ഒരു വലിയ. അതുപോലെ തന്നെ ഈ വോഡഫോണിന് വേണ്ടിയിട്ട് ആ IPL സീരീസിലല്ലേ 30 days സൂസു പരീക്ഷണങ്ങൾ, 30 ദിവസം അവിടെ 30 days അല്ലേ, എല്ലാ ദിവസവും പുതിയ ഫിലിംസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഫിലിംസ് ചെയ്യണ്ടേ. അപ്പൊ അതൊക്കെ ഈ പറയുന്ന ഒരു ബ്രാൻഡ്
ബ്രാൻഡ് ടീം, അതായത് അവിടുത്തെ മാർക്കറ്റിംഗ്, ഇപ്പം അവിടെ ഹരിതൻ, കവിത എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് ഹെഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ വളരെ അടുത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒഗിൽവിയില് പീയൂഷ് ഉണ്ട്, രാജീവ്, മഹേഷ്, കിരൺ എന്നൊക്കെ പറയുന്ന ഒരു ടീം വർക്കാണ്. ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് ട്രാവൽ ചെയ്ത് ഞങ്ങള് കയറ്റവും ഇറക്കവും സഹിച്ചൊരു ബ്രാൻഡ് ബിൽഡിംഗ് ആയിരുന്നു. അപ്പൊ ഈ പറയുന്ന ഈ സൂസൂസ് വരുന്നതിന് മുമ്പ് ആ ബ്രാൻഡിന്റെ ഇമേജ് വളരെ ക്യൂട്ടായിട്ടൊരു സ്വീറ്റ് ആയിട്ടൊരു ബ്രാൻഡാണ്. അങ്ങനെ അത് സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പീയൂഷ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഓൾവേസ് യു ഷുഡ് പ്ലേ ബിഗർ ഗെയിം, യു ഷുഡ് ടേക്ക് റിസ്ക് ആൻഡ് പ്ലേ ബിഗർ ഗെയിം. അത് സാധാരണ ഒരു ബ്രാൻഡ് മാർക്കറ്റിംഗ് മാനേജേഴ്സ് സമ്മതിക്കാത്ത കാര്യമാണ്. നമ്മൾ ഇത് തന്നെ ചെയ്തങ്ങ് പോയാൽ പോരെ. പക്ഷെ ആ സമയത്ത് ഒരു റിസ്ക് എടുത്ത് അതിനെ, ആ ബ്രാൻഡിനെ വേറൊരു ടോണിലാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു സൂസൂസ്. അത് 2-3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ആശാ ബാല എന്ന് പറഞ്ഞിട്ട് ഒരു അങ്കിൾ ആന്റി സീരീസ്, അത് ഇവരല്ലായിരുന്നോ ഡാൻസേഴ്സ് ആയിരുന്നു. അത് വളരെ പോപ്പുലർ ആയിരുന്നു. ഒബ്വിയസ്ലി അവർ രണ്ടുപേരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്ത് ഗോവൻ. അതെ അതൊക്കെ തന്നെ ഒരു 2 വർഷം പോയി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഡോഗ് ആൻഡ് ബോയ് എന്ന് തുടങ്ങി ഒരു ബ്രാൻഡിന്റെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബ്രാൻഡ് വളരുകയാണ്. അപ്പൊ അതൊക്കെ മഹാഭാഗ്യമാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ച്. ഒരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക, അത് സക്സസ്ഫുൾ ആവുക, അഡ്വർടൈസിങ് കൊണ്ട് മാത്രം ആൾക്കാർ ആ ബ്രാൻഡുമായിട്ട് കണക്റ്റഡ് ആകുക, അതിന്റെ ഓണർഷിപ്പ് എടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്.